വർഷങ്ങളായുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരപരിപാടികൾ ശക്തമാക്കാനാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ലൈഫ് ഗാർഡുകളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈഫ് ഗാർഡുകൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഇപ്പോഴും ഇവർ ദിവസവേതനത്തിനാണ് ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കടലിലേക്ക് എടുത്തു ചാടുന്ന തങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ലെന്ന് ഇവർ പറയുന്നു. സുരക്ഷാ ഉപകരണങ്ങൾ വേണ്ടത്ര ലഭ്യമല്ല. പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ലൈഫ് ഗാർഡുകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ടൂറിസം മേഖലയായ വർക്കലയിലെ പാപനാശം, ആലിയിറക്കം, ബ്ലാക്ക് ബീച്ച്, തിരുവമ്പാടി, കാപ്പിൽ ബീച്ചുകളിലാണ് ലൈഫ് ഗാർഡുകൾ സേവനമനുഷ്ഠിക്കുന്നത്. പാപനാശം ബീച്ചിൽ മാത്രം പ്രതിദിനം എത്തുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ്. കടലിൽ അപകടത്തിൽപ്പെട്ട നിരവധി പേരെയാണ് ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. 1986 മുതലാണ് ഈ സർവീസ് കേരളത്തിൽ ആരംഭിച്ചത്. ആദ്യം തിരുവനന്തപുരം കോവളത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിലായി. പിന്നെ കുറച്ച് വർഷങ്ങളായി കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ നമ്മൾ ലൈഫ് ഗാർഡുകൾ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ ഇന്നേ വരെ ഈ സർവീസിൽ 30 കൊല്ലം ജോലി ചെയ്ത് 35 വർഷം ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ ഒന്നുമില്ലാതെ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ ആനുകൂല്യങ്ങളില്ല, ഇൻഷുറൻസ് ഇല്ല, PF ഇല്ല, ESI ഇല്ല, പെൻഷനില്ല, യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ നിരവധി വർഷങ്ങളായും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നമ്മൾ ഒരുപാട് പേരെ നിവേദനം കൊടുക്കുകയും പോയി കാണുകയും MLA-മാർക്ക് പേഴ്സണലായിട്ട് കാണുകയും ഒരുപാട് പേർക്ക് നമ്മൾ കാല് പിടിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്, സാർ നമ്മളെ എന്തെങ്കിലും ആക്കി തരണം. കാരണം ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി കരയെ കൊണ്ടുവരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കഴിഞ്ഞു പോയ എല്ലാ സർക്കാരും, ആരെ ഒന്നും പറഞ്ഞില്ല, എല്ലാ സർക്കാരും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സ്ഥിര ജീവനക്കാരാക്കി തരിക, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. സർക്കാർ അടിയന്തരമായി ലൈഫ് ഗാർഡുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.